Why do you call him spiritual? എന്താണ് നോട്ടീസ് ചെയ്തത്? അതെന്താ അറിയാം, ഞാൻ ഒരാൾ കേൾക്കുക, നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർണ്ണ ബോധത്തോടു കൂടി അത് കേൾക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ക്വാളിറ്റിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. നമ്മളത് എത്ര എഫേർട്ട് എടുത്താലും ചിലപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യും. നമ്മൾ മുഴുവനായിട്ടത് കേൾക്കാൻ ചിലപ്പം നമ്മുടേതായിട്ടുള്ള ആ സമയത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവും. അവരുടെ പ്രശ്നങ്ങളെല്ലാം മറന്നു വെച്ചത് കണ്ണിൽ കണ്ടറിയാം, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. മേ ബി ഇൻ ലാസ്റ്റ് 20 years ഒരു പെർസെൻറ്റേജ് ഒക്കെ ചേഞ്ചസ് എനിക്കുണ്ടായി കാണും. അതിൽ കൂടുതലൊക്കെ ബുദ്ധിമുട്ടാണ് പലതും ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ്. മടക്കൂലേ ഒരറ്റം ഇങ്ങനെ പിടിച്ചിട്ട് പിച്ച് ഡാക്ക ടോക്ക് മോഹൻലാൽ ആൻഡ് ഐ ക്യാൻ സീ ഇൻസിലുവേറ്റ് പുള്ളി ഒരറ്റത്തു നിന്ന് മടക്കി അതിൻ്റെ കറക്റ്റ് കണക്ക് നോക്കി താഴോട്ട് നോക്കിയിട്ട് വീണ്ടും മടക്കി അത് പ്രോപ്പറായിട്ട് ബാക്കി നെക്സ്റ്റ് വൺ വിച്ച് ഇസ് ദ ഔട്ടർ ലേ അതും മടക്കി അതെങ്ങനെയാണോ പുള്ളി വന്ന സമയത്തിരുന്നത് അതേപോലെ അത് മടക്കി വെച്ചിട്ട് വെന്റ് ടു ദ വാഷ്റൂം, കെയിം ബാക്ക് ഫ്രഷ്. ഞാനിത് മുഴുവൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടികൾ ഇങ്ങനെയാവുമോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ആകാൻ പറ്റുമോ? ഞാൻ കാണിച്ചാലേ അവർ കാണിക്കും. ഞാൻ അന്നുതൊട്ട് പല സമയത്തും അങ്ങനത്തെ കാര്യങ്ങളും, അതായത് ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിളിൽ നിന്ന് ചെയർ തിരിച്ച് പുഷ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യം പറയാതെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ഡേവിൽ. ഞാൻ അങ്ങനത്തെ പല സമയത്തും ഞാൻ ഒറ്റ ഇൻസിഡൻറ്റിൽ എനിക്കൊരു ചെറിയ അതിനുശേഷം മാറ്റം വന്നിട്ടുണ്ട്. ഹാവ് യു എവർ സീൻ ഹിം എനി വൺ എൽസ്? ഇപ്പം ലാലേട്ടൻ്റെ പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഹീൽ ഓൾവേസ് ക്യാരി ഹിസ് ലഗേജ്. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ട വീഡിയോകളിലോ അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്ത സമയത്തൊന്നും ഓൾവേസ് ഹീൽ ഹാവ് ഹിസ് ലഗേജ്. അത് വേറൊരാൾ എടുത്തുകൊണ്ട് പോകുന്നൊരു ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവില്ല. അന്നും ആ പ്ലെയിനിൽ ഇറങ്ങിയപ്പോൾ ഫോർ ഹിം ദർ വാസ് എ കാർ ഇൻ ദ ടാർമാക് ടു ടേക്ക് ഹിം. അപ്പോൾ സ്റ്റെപ്സ് ഇറങ്ങി വേണമല്ലോ പോകാൻ ഈ പ്ലെയിനിൽ നിന്ന്. കാര്യം ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ ടാർമാക്. അവിടെ ഒരാൾ വന്നിട്ട് ഹിഡൻ. ഞാനത് കണ്ടു. പുള്ളി തന്നെയാണ്, അദ്ദേഹം തന്നെ ആ പെട്ടി പിടിക്കുള്ളൂ. ഞാൻ സ്പിരിച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമ്മളൊരാളെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്. ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഈ ഷൂട്ടിൻ്റെ ഇടയിൽ, ചില ഇറിറ്റേഷൻസ് വരാറില്ലേ? കാര്യം ചില സമയത്തൊക്കെ 3 മണിയൊക്കെ ആയി ഇരിക്കുന്ന സമയത്ത് സാധാരണ ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ, വരും, അത് വരും, അപ്പം തന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്യും. ഞാൻ അതാണ് ഈ സ്പിരിച്വൽ എന്ന് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത്. അല്ലാതെ ഫുൾ ടൈം പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു സ്പേസിലല്ല. ഇതിലൊക്കെ പ്രാർത്ഥന ഉള്ളിലാണുള്ളത്. അത്